السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وذبا كاملا رب تمم بالخير والسعادة. 45241 വന്ന ഒരു സംശയം മുമ്പൊന്ന് ചോദിച്ചു എന്ന് പറയുന്നു, വിട്ടുപോയതായിരിക്കാം, നിങ്ങൾ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ജവാബിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ ഒന്ന്, പള്ളിയിലുള്ള ഈ ജുമുഅ നടക്കുന്ന സമയത്തുള്ള പാട്ടപ്പിരിവിന്റെ ഒരു സംശയമാണ്. ഇത് മസ്അല നാം പറയുക എന്നത് ഇതിൽ പ്രായോഗികമുള്ളൂ, മറ്റൊരു വിഷയം അപ്രായോഗികമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് ചില നാടുകളിലും ചില മഹല്ലുകളിലും അത് വ്യാപൃതമായിരിക്കുകയാണ്. കാരണം അതിന് അവർ നൽകുന്ന ചില ജവാബുകളും ഉണ്ട്, മസ്ലഹത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. അതിനെ എതിർക്കപ്പെടാനും പറ്റില്ല, അതും ശരിയാണ്. യഥാർത്ഥത്തില് വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ കലാം വചനം, അത് നമുക്ക് വളരെ വ്യക്തമാണ്. അള്ളാഹുവിന്റെ ഷിആറിനെ ഒക്കെ ആദരിക്കല്, ബഹുമാനിക്കല് നമ്മുടെ ബാധ്യതയാണ് എന്ന്. ഈ ആയത്തിന്റെ തഫാസീറുകളിലൂടെ ഒക്കെ അങ്ങനെ സഞ്ചരിച്ചു നോക്കിയാലും ഫിഖ്ഹില് വളരെ കൂടുതലായിട്ട് ചർച്ച ഇല്ല എന്ന് പറയാമെങ്കിലും ഈ ആയത്തിന്റെ തഫ്സീറുകളിലൂടെ പോകുമ്പോൾ പള്ളിയെ ബഹുമാനിക്കൽ അള്ളാഹുവിന്റെ ഷിആറിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് എന്ന് വ്യക്തമാണ്. അപ്പൊ ആ ഇടങ്ങളിലൊക്കെ പള്ളിയില് മറ്റുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ കോലാഹലങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തില് അവിടെ കളഞ്ഞു കിട്ടിയ സാധനം അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മറ്റുള്ള മുസ്ലിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചും അതും പള്ളിയുടെ പുറത്ത് ആയിരിക്കലാണ് ഉത്തമം എന്നും അവിടെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും സെന്റ് കച്ചവടക്കാരൻ വന്നാൽ അതിന്റെ അകത്ത് ഇരുത്താൻ നാം പുറത്തേക്ക് ആക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ചോദ്യകർത്താവിനെ പോലെ തന്നെ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത് നിർത്തിവെച്ചാൽ എന്താ എന്ന്. കാരണം ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിലൂടെ ഒരാൾ പോക്കണ്ട, ആ ആളുടെ ജുമുഅക്കും പ്രശ്നം വരികയാണ്. കാരണം ആ പാവം ഒരു പിരിവ് നല്ലതെന്ന് എഴുതിയിട്ട് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ ആയിരിക്കും അതിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. കമ്മിറ്റി ഭാരവാഹികളല്ല അത് ചെയ്യാറുള്ളത്. അപ്പോ ഇടയ്ക്ക് ആരെങ്കിലും 50 രൂപ കൊടുത്ത് 10 രൂപ അതിലിട്ട് ബാക്കി 40 കൊടുക്കുമ്പോൾ അവിടെ ഒരു സംസാരം. ഇവിടെ ഖുതുബ നടക്കുകയുമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഹ്ശർ വിളിച്ച് പറയുന്നുണ്ട്, അതായത് അൻസിത്തു റഹ്മക്കുമുല്ലാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം, ഒച്ചുണ്ടാക്കരുത്. അതിന്റെ വിശദീകരണം നമ്മൾ ജുമുഅ ഖുതുബയെ കുറിച്ച് നമ്മുടെ ജുമുഅയുടെ ബാബിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ലഗവ് എന്ന് പറയുന്നുണ്ട്, അവൻ പിഴച്ചുപോയി, അവന്റെ ഖുതുബ ഇല്ലെങ്കിൽ അവൻ നിസ്കാരം ജുമുഅയുടെ ആ പരിപൂർണത നഷ്ടപ്പെട്ടു എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. എത്രത്തോളം ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ മിണ്ടരുതേ എന്ന് പറയാനും കൂടി പറ്റില്ല എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ പറയുന്നു, തസ്ബീഹ്മാല പിടിച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുന്ന ഒരു ഏർപ്പാട് ചിലവർക്കുണ്ട്. അതൊരു നല്ല കാര്യമാണെന്ന് കരുതാറുണ്ട്. ഖുതുബ ഓതുമ്പോ പാടില്ല, അതൊക്കെ മോശമാണ്. ഇനി ഈ ഖുതുബ എന്നല്ല, മറ്റുള്ള ഖുതുബയുടെ സദസ്സിലും അങ്ങനെ അതിനെ വിശദീകരിക്കുന്നുമുണ്ട്. അപ്പോ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊന്നുകൊണ്ടും ജോലിയാവാൻ പാടില്ല എന്നുള്ള ആ ഒരു വ്യക്തമായ നിലപാട് ഫിഖിൽ ഉണ്ട്. അതുപോലെ ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിലും പള്ളിയുടെ ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വെച്ച് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്ത് തന്നെ പറയാൻ കഴിയൂ, അത് ആ സമയത്ത് ചെയ്യുന്നതിൽ യാതൊരു ഉത്തമവും ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു കറാഹത്ത് എന്ന് പറഞ്ഞാലും ആ കറാഹത്ത് നിരന്തരമായി ചെയ്യുമ്പോൾ അത് വലിയ ഒരു അപകടനിലയിലേക്കല്ല പോവുക എന്നതാണ് ഫിഖ്ഹിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അവിടെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കറാഹത്ത് എന്ന് പറഞ്ഞ് മസ്അല പറഞ്ഞിട്ട് മാറുന്നതിലും ഉപരിയായിട്ടുള്ള വിഷയങ്ങൾ അതിൽ വരുന്നു എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഖുതുബയിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകും. പിന്നെ ഈ പിരിക്കുന്ന ആളുടെ സംസാരം അത്യാവശ്യമായിട്ട് വരും. ഇത് കൊടുക്കുന്ന ആളുടെ സംസാരം അത്യാവശ്യമായിട്ട് വരും. പിന്നെ അതിന്റെ ഉള്ളിൽ ആളുകള് ഈ പറഞ്ഞ
ആവശ്യമില്ലാത്തത് എന്ന് പറയാൻ പറ്റില്ല, ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ അത് പള്ളിയിൽ വെച്ച് ആവുന്നതിൽ ഉത്തമമില്ല എന്ന ഒരു കാര്യം അവിടെ ചെയ്യുന്നു എന്നും വരുന്നുകയാണ്. പക്ഷെ ഇത് നമ്മുടെ നാടും മഹല്ലും കമ്മിറ്റിയും ഒക്കെ ആലോചിച്ചതാണ്. ഈ സമയം അതിന് പറ്റിയതാണ്. കാരണം ആളുകൾ എണീറ്റ് പോവില്ല. അപ്പൊ ആരും ഒരാള് അതിലെന്തെങ്കിലും ഇടുമ്പോൾ മറ്റാൾ ഇടാതിരിക്കില്ല. അപ്പൊ ആ കാര്യങ്ങൾ കഴിയും എന്ന ഒരു പൊതു മസ്ലഹത്ത് ഉണ്ട് എന്നാണ് അതിനെ ചെയ്യുന്ന മഹല്ലുകളിൽ അതിന് പറയാറുള്ളത്. സംഭവം അങ്ങനെ പറയാറുണ്ടെങ്കിലും ആ മസ്ലഹത്ത് ഉണ്ടെങ്കിലും അതിലും വലിയ ഒരു ഖുതുബ ജുമുഅക്ക് ഭംഗം വരുന്ന രീതി ഉണ്ടാകുമ്പോൾ അതിനെയാണ് ഞാൻ പരിഗണിക്കേണ്ടത് എന്ന് മസ്അലപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ട് അത്തരം ഭംഗങ്ങളെയോ അല്ലെങ്കിൽ മസ്അല ചർച്ച ചെയ്യുന്ന സദസ്സുകളിലോ വരുമ്പോൾ നമ്മുടെ ഷാവറയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളായിട്ട് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും എന്നൊരു തോന്നലും ഉണ്ട്. കാരണം നമ്മുടെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ രണ്ടാമത് അവിടെ ചോദിച്ച സംശയം ഒന്ന് പാട്ടപ്പിരിവാണ്. രണ്ടാമത് അതിൽ വന്ന സംശയം ഞാൻ ശ്രദ്ധിക്കട്ടെ ഇൻഷാ അല്ലാഹ്.